ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോയ മസാല റൈസ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് എന്ത് കൊടുത്തു വിടാന്ന് ചിന്തിക്കുന്ന അമ്മമാരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ. അങ്ങനെയുള്ളവർക്കായിട്ട് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സോയ മസാല റൈസ്. അപ്പൊ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇനി മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുക എന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസ് ആണ് ട്ടോ എടുത്തുള്ളത്. ഇനി നമുക്ക് സാധാരണ സ്റ്റീം റൈസ് ഉണ്ടെങ്കിലും ഈ സോയ റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ചെറിയ സോയാബീൻ വെച്ചിട്ടാണ് ഈ റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ബെറ്റർ. അപ്പൊ നമ്മൾ ചെറുതൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി ഇത് ഇത്തിരി വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ സോയാബീൻ അതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇത് വെന്ത് വരാന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പതയൊക്കെ ഉണ്ടല്ലോ, ആ പതയൊക്കെ ഒന്ന് ഇതിൽ ഇല്ലാണ്ടാവും. നോക്കിയപ്പോൾ ഉണ്ടാവും വെന്ത് വന്നിട്ടുണ്ട്, ആ പതയൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സോയാബീൻ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത്രയും വെളുത്തുള്ളി, അതായത് ഒരു 5-10 വെളുത്തുള്ളി അല്ലി ഉണ്ടായിരിക്കും, പിന്നെ ഇത്രയും ഇഞ്ചി, ഇതും കൂടി എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ദേ നമ്മുടെ ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സോയാബീൻ ഉണ്ടല്ലോ നമ്മൾ വേവിച്ച് വെച്ചത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പൊ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ വെള്ളം ഒന്ന് കളയാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ടായിരിക്കും. അതായത് സോയാബീൻ നമുക്കറിയാം വേവിച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ റൈസ് തയ്യാറാക്കുകയാണെങ്കിൽ ആ സോയാബീൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റ് വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇത് നല്ല രീതിയിലൊന്നും കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സോയ മസാല റൈസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്ക, തക്കോലം, പിന്നെ നമ്മുടെ ബേ ലീഫ്, ഇതൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടി വരും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിങ്ങനെ പൊട്ടി വരണമെന്ന് നമുക്കറിയാം. അങ്ങനെ ഇത് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സവാളയും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ സവാള ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം അതിലൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ. എപ്പോഴും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് ഇത് വരേണ്ടത്. അപ്പൊ ഞാനിതിൽ ഓയിലും നെയ്യൊക്കെ വളരെ കുറവാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ടൊന്നും അത് വരില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആ കുത്തൊന്ന് മാറി കിട്ടണം. മാത്രമല്ല ഇത് ഇതിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പൊ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ മസാലയും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഗ്രീൻ ബീൻസ് ആണ്. ഇത് ഞാൻ വെള്ളത്തിൽ തലേദിവസം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ മറ്റൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ ബീൻസ് കിട്ടും,
സാധാരണ മേടിക്കാൻ പറ്റിയത് ഫ്രോസൺ ഗ്രീൻ ബീൻസ് എന്ന് പറയും. അപ്പോൾ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ മേടിക്കുന്നതായാലും ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുള്ള സോയാബീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സോയാബീനും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ റൈസ് ഇട്ടിട്ട് ഈ എല്ലാതും കൂടിയിട്ട് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് 3 കപ്പ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കൊന്ന് ആ റൈസ് എല്ലാവിടേക്കും ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് എക്സ്ട്രാ ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും പുതിനയിലയും മല്ലിയിലയും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നൊരു തിള വരണം. അപ്പം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. മാത്രമല്ല ഇത് ഒരു വിസിൽ മതി. ആ ഒരു വിസിലിൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുകയും വേണം. എന്നിട്ട് ഇതിനൊരു 20 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അതേ ഒരു വിസിൽ കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു നോക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിത് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം അതേ നല്ല അടിപൊളിയായിട്ടുള്ള സോയ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കണം, കാരണം ഇതിന്റെ വേവൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. അപ്പം അതേ ഞാനിവിടെ ഇളക്കാണ്, കാരണം എൻ്റെ കൈ കാരണം നിങ്ങൾക്ക് അത് പെട്ടെന്ന് കാണുന്നുണ്ടാവില്ല. എന്നാൽ ആ റൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ, നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ദേ നമ്മുടെ സൂപ്പറായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ സോയ മസാല റൈസ് ദേ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് സാലഡ് അല്ലെങ്കിൽ റൈത്ത എന്ന് പറയില്ലേ, അതും ഇതേപോലെ ഒരു പുതിന ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റൈസ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.